ഇതാണ് നമ്മുടെ എയർപ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഫ്ലൈ ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. അപ്പോൾ ഫ്ലൈ ചെയ്യാനായിട്ട് ഹലോ ഫ്രണ്ട്സ്, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിച്ചാൽ പോകുന്നത് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ നമ്മുടെ ഫ്ലൈറ്റ്, അതായത് എയർപ്ലെയിൻ കയറ്റാൻ പറ്റുന്ന കുറേ പേർക്ക് ഡൗട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് ശരിക്കും കയറ്റാൻ പറ്റും, അതേപോലെ തന്നെ ഓടിക്കാനും പറ്റും. നമുക്ക് ആകാശത്തോടെ ഫ്ലൈ ചെയ്ത് പോകാൻ പറ്റും നമ്മുടെ ആ ഒരു ഗെയിമിൽ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ വന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാനും പറ്റും, അതേപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനും ചെറിയ സ്റ്റെപ്പുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലാവും. വീഡിയോ ചേർക്കും മുന്നേ ചാനൽ ആദ്യം കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണത്തിന് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് നമുക്ക് മുകളിൽ വെബ്സൈറ്റിൻ്റെ പേര് കാണാം. അപ്പോൾ അതിന് ശേഷം ഇവിടെ സെർച്ച് ഓപ്ഷൻ എടുക്കുക. സെർച്ച് ഓപ്ഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് പ്ലെയിൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. പ്ലെയിൻ സെർച്ച് ചെയ്യുമ്പോൾ ഒരെണ്ണം മാത്രമാണ് ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ പിന്നെ ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ പ്ലെയിൻ സെർച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ബോയിങ് P8 എന്ന് പറഞ്ഞിട്ട് പേരിൽ നമുക്ക് പ്ലെയിൻ കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടിയിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുക. അപ്പോൾ അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. ഏറ്റവും കുറച്ച് അടിയിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് കാണുന്നുണ്ട്. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ഡൗൺലോഡ് ബോയിങ് P8 അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രാക്റ്റ് ഫയൽസ് ടു എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോൾഡറിൽ ജസ്റ്റ് ഇതൊന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ഒരു അലാംസ് എന്ന് പറഞ്ഞ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഈ ഒരു ഫോൾഡറിൽ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വെറുതെ ഏതെങ്കിലും ഫോൾഡറിൽ എക്സ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിന് ശേഷം അത് കോപ്പി ചെയ്ത് നമുക്ക് ബസ് സിമുലേറ്ററിൻ്റെ ഫോൾഡറിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു ഫയൽ കാണാം. അതിൽ ഇങ്ങനെ 30 MB സൈസുള്ള ഇതേപോലെ ഫയൽ അതെടുക്കുക, മൂവ് കൊടുക്കുക, ഇൻറ്റേർണൽ സ്റ്റോറേജ് എടുക്കുക, അതിൽ ഡോക്യുമെൻറ്റ്സ് എടുക്കുക, ബസ് ID എടുക്കുക, മോഡ് എടുക്കുക. അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബസ് സിമുലേറ്റർ ഓപ്പൺ ചെയ്ത് ഗാരേജ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയിൽ വന്നിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ എയർപ്ലെയിൻ, നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ നമ്മൾ ആഡ് ചെയ്ത എയർപ്ലെയിൻ. നമ്മൾ ജസ്റ്റ് വെറുതെ ആക്സിലേറ്റർ അമർത്തി ഇതേപോലെ റോട്ടിൽ ഓടുന്ന പോലെ ഓടുള്ളൂ. അതായത് നമ്മൾ ജസ്റ്റ് കാറൊക്കെ ഓടുന്ന പോലെ ഓടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ റിവേഴ്സ് ഇട്ട് നമുക്ക് റിവേഴ്സ് എടുക്കാനും പറ്റും. പിന്നെ അത് പറഞ്ഞത് ഫ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വേറൊരു ഇൻറ്റീരിയർ വ്യൂ പോലത്തെ വ്യൂ ആണ്. ഇത് അതിൻ്റെ പുറത്തേക്കുള്ള വ്യൂ ആണ്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള വ്യൂ. അപ്പോൾ ഇതാണ് നമ്മുടെ എയർപ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ ഫ്ലൈ ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. അപ്പോൾ ഫ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ മുകളിൽ 1, 2, 3 എന്ന് നമുക്ക് എഴുതി വയ്ക്കുന്നത് കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ 2 അമർത്തുമ്പോൾ ഇതേപോലെ കുറച്ച് പൊങ്ങും. പിന്നെ അതേപോലെ തന്നെ 3 അമർത്തുമ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ടയർ സംഭവങ്ങളൊക്കെ അടിയിൽ ഇങ്ങനെ എടുത്ത് വയ്ക്കും, ഉള്ളിലേക്ക് കണ്ട. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ ഫ്ലൈ ചെയ്ത് പോകാൻ പറ്റും. 1, 2, 3 എന്നുള്ളതാണ് താഴത്തേക്ക് അമർത്തി ഇതേപോലെ നമുക്ക് താഴുകയും ചെയ്യും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ 1 അമർത്തി 2 അമർത്തി അപ്പോൾ 3 അമർത്തി. അപ്പോൾ ഇതേപോലെ ഫ്ലൈ ആവും. നമ്മൾ ഈ കാണിച്ച വെബ്സൈറ്റിൽ ഈ ഒരു പ്ലെയിൻ മോഡാണ് ഉള്ളത്. അപ്പോൾ അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കറക്കി ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് പ്ലെയിൻ ഇങ്ങനെ ആകാശത്തോടെ ഓടിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ റോട്ടിലേക്കൊക്കെ ഓടിക്കാം. ഇതേപോലെ തന്നെ ഇങ്ങനെ ഇട്ട് കറക്കാനൊക്കെ പറ്റും, അതേപോലെ തന്നെ റിവേഴ്സ് എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ടമായ വീഡിയോയിലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എവിടെ. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.